ഈ കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിൽ 2 കോടി ഉറുപ്പ്യന്റെ ബസ് സ്റ്റാൻഡ് അതിനുള്ള സൗകര്യമുണ്ടോ? ചെറിയൊരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കി അടിയില് സൗകര്യമില്ല. മേലെ സൗകര്യം ഉണ്ടാക്കാൻ കാരണം നാടികുട്ടി നമ്മുടെ ചെയർപേഴ്സൺ ആയ സമയത്ത് അന്ന് അതിന്റെ മേലേക്ക് സ്ത്രീകൾക്ക് വേണ്ടി ബാത്റൂം ഉണ്ടാക്കി. അത് അന്ന് ഉണ്ടാക്കിയിട്ടതാണ്. അന്ന് നടന്ന്. എന്നാൽ സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ, പുരുഷന്മാർക്ക് ഇല്ല. കള്ളുടിയന്മാർക്ക് റെഡിയാണ്. കള്ളുടിയന്മാർക്കും കഞ്ചാവുകാർക്കും മയക്കുമരുന്നടിക്കുന്നവർക്കും മയക്കുമരുന്നടിക്കുന്നവർക്കും കഞ്ചാവുകാർക്കും കള്ളും ലഹരിക്കും അവർക്ക് റെഡിയാണ് ബസ് സ്റ്റാൻഡ്. ഓക്കെ, അവർക്ക് റെഡിയാണ്. പെണ്ണുപിടുത്തക്കാർക്കും അതുപോലെ പീഡനം നടത്താനൊക്കെ റെഡിയാണ് കള്ളുടിയന്മാർക്ക് ബാത്റൂം. ഇപ്പതാ സ്ത്രീകൾക്കൊരു ബാത്റൂം ഇതാ ഇതിന്റെ മേലെ. ഇങ്ങൊന്നും നോക്കേണ്ടി വരില്ല. എന്തെങ്കിലും ഒരുപാട് ബലൂൺ തൂക്കിട്ടു. ബലൂനാണ് എന്താ കാര്യം? ഒരുപാട് ബലൂണ്ട്. എത്ത് ഉദ്ഘാടനം. ഒരുപാട് TC ക്യാമറ വെച്ചാൽ ഉദ്ഘാടനമായോ? ഒരു 4 TC ക്യാമറ ഉണ്ട്. ഒരു 4 TC ക്യാമറയും പിന്നെ ഒരുപാട് TV, LED TV, ഒരു 4 LED TV. ആ 4 ടൂർമിലും ഒരു ചെറിയൊരു ബസ് സ്റ്റാൻഡ്. ബസ്സിൽ ചിരിക്കാൻ തരണ്ടോ? എത്ര വരെ പൈസക്ക് കാട്ടി. ആ 2 കോടി ഇവരെന്ത് ചെയ്തു? പിന്നെ ആ വോട്ടർമാര് കേറിക്കുന്ന ആ പത്താത്തുമേലാണ് കുറെ വിദ്യാർത്ഥികളും ഒരു കാക്കര കേറിക്കുന്നു. അങ്ങനെ ഒരുപാട് വിദ്യാർത്ഥികൾ കേറിക്കുന്നു. ഞാനൊക്കെ ആ പത്താത്തുമേ കേറിക്കല്. അല്ല, നമുക്കൊന്നും സീറ്റിട്ടില്ല. ഇരിക്കാനും വരെ സീറ്റിട്ടില്ല. ആ ബസ് സ്റ്റാൻഡ് പോകുമ്പോ ബസ് കാത്തിരുന്ന് കാല് കടിയല്ലാതാ. സ്ത്രീകളായാലൊക്കെ ഒരു ചെറിയൊരു ബസ് സ്റ്റാൻഡ് ആക്കണം. തിരിഞ്ഞു വരാൻ സൗകര്യം ഉണ്ടോ? ഒരു സ്ഥലം, ഒരു ഇരിഞ്ഞ ഉണ്ടാക്കി വെച്ചിരിക്കുക. സൗകര്യം കൂടി ഇല്ല അല്ലേ? പിന്നെ അതിനു വേണ്ടിയാണ് ലൈൻ വെള്ളം. ലൈൻ വെള്ളം 100 കോടി ഉറുപ്പ്യന്റെ ലൈൻ വെള്ളം. 100 കോടി ഉറുപ്പ്യന്റെ ലൈൻ വെള്ളം ഉണ്ടായിട്ട് അത് പിരിയായിട്ട് കൊടുക്കണ്ടോ? ഒരു വിഷയമില്ല. ഒരുപാട് കൊണ്ടോട്ടി എന്താണ് മാറ്റമുള്ളത്? MLA ആയാലും ചെയർപേഴ്സൺ ആയാലും ഈ 40 നമ്പർ വന്ന് പറഞ്ഞേറ്റ് എന്ത് മാറ്റമുള്ളത്? എന്താ അയവ എന്ത്? ആ കൊണ്ടോട്ടി അയവ പറഞ്ഞാൽ ലൈറ്റ് വരെ കത്തുന്നില്ല, സിഗ്നൽ വരെ വർക്ക് ചെയ്യുന്നില്ല. ഇതൊക്കെ ആ മമ്മണി സാറ് നല്ലൊരു നേതാവാണ്, ഉമ്മൻചാണ്ടി സാറൊക്കെ. ഇവരെ കൂടെ ഒന്നും കഴിയില്ല. അതാ ഞാൻ പറഞ്ഞത്. ഇവര് വെറുതെ കക്കാൻ വേണ്ടി കയറിയതാണ്. ചെയർപേഴ്സൺ ആയാലും MLA ആയാലും ഒക്കെ കക്കാൻ വേണ്ടി കയറിയതാണ്. ഇതൊന്നും നമ്മളെ നന്നാക്കാൻ വേണ്ടി കയറിയല്ല. സുഹൃത്തുക്കളെ ചങ്കാള മാണിക്കല്ലാളെ, പുരുഷന്മാർക്ക് ബാത്റൂം ഇല്ല, സ്ത്രീകൾക്ക് റെഡിയാണ്. അതിന്റെ അടുത്ത സ്റ്റേജ് കെട്ടിക്കൊണ്ട് പ്രസംഗം നടത്തിയാൽ മതി. അതാ സ്റ്റേജ് കെട്ടിക്കൊണ്ട് അവിടെ മൈക്ക് പറഞ്ഞാൽ മതി. വേറൊന്നും വേണ്ട. സ്റ്റേജ് കെട്ടിക്കൊണ്ട് പറഞ്ഞാൽ മതിയല്ലോ. വേറത്ത് വേണ്ട. നേതാക്കന്മാർക്ക് കസാല കയറുന്നാൽ മതി. വേറെ ഒരു കാര്യം ചെയ്യണ്ട. 8 ബസ് സ്റ്റാൻഡ് ഒത്തിനും പറ്റാതെ